എന്തുകൊണ്ട് നിനക്കൊരു വലിയ പാത്രമോ സംഭരണിയോ കൊണ്ടുവന്നുകൂടാ? നിങ്ങളുടെ വിശ്വാസത്തിന്റെ വലുപ്പമാണ് നിങ്ങളുടെ പാത്രത്തിന്റെ വലുപ്പം. ഭയത്തോടെയും സംശയത്തോടെയും ദൈവത്തെ സമീപിക്കരുത്. ഒരു കൊച്ചുകുട്ടി തന്റെ പിതാവിനോട് ചോദിക്കുന്ന നിഷ്കളങ്കതയോടെയും നിശ്ചയദാർഢ്യത്തോടെയും ചോദിക്കുക. ചെറിയ ചിന്തകൾ ദൂരെ എറിയുക. നിങ്ങളുടെ ദർശനങ്ങളെ വികസിപ്പിക്കുക. അവിടുന്ന് അഖിലാണ്ടത്തിന്റെ നാഥനാണ്. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. 3. സ്വീകരിക്കാനുള്ള ആത്മീയ ഒരുക്കം. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച ഒരിക്കലും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ വളർച്ചയേക്കാൾ വലുതാകില്ല. ഒരാൾക്ക് പെട്ടെന്ന് ഒരു വലിയ ധനം ലഭിച്ചുവെന്ന് കരുതുക. എന്നാൽ അത് കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിയോ അച്ചടക്കമോ അയാൾക്കില്ലെങ്കിൽ ആ ധനം പെട്ടെന്ന് തന്നെ നശിച്ചുപോകും. അതുകൊണ്ട് പുറമേയുള്ള അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവമേ, അത് സ്വീകരിക്കാൻ തക്കവണ്ണം എന്റെ ഉള്ളിനെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഏലീശാ പ്രവാചകന്റെ കാലത്ത് കടബാധ്യതയിലായ ഒരു വിധവയുടെ ചരിത്രം നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. പാത്രങ്ങൾ ഉള്ളിടത്തോളം കാലം എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു. പാത്രങ്ങൾ തീർന്നപ്പോൾ മാത്രമാണ് എണ്ണ നിലച്ചത്. സ്വർഗത്തിൽ നിന്നുള്ള കൃപയും അവസരങ്ങളും എപ്പോഴും ഒരുക്കപ്പെട്ട പാത്രങ്ങളെയാണ് തിരയുന്നത്. നിങ്ങൾ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിശ്വസ്തതയും സ്വഭാവശുദ്ധിയും നിങ്ങൾ വളർത്തിയെടുക്കണം. അപ്പോൾ അനുഗ്രഹങ്ങൾ തനിയെ നിങ്ങളെ തേടിവരും. 4. ദൈവിക ജ്ഞാനത്തിനായി ദാഹിക്കുക. അറിവില്ലായ്മ മൂലം എന്റെ ജനം നശിക്കുന്നു എന്ന് തിരുവചനം താക്കീത് നൽകുന്നു. വെറുതെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കില്ല. വിജയം ആഗ്രഹിക്കുന്നവർ വിജയത്തിന്റെ വഴികൾ പഠിക്കണം. സമാധാനം ആഗ്രഹിക്കുന്നവർ സമാധാനത്തിന്റെ തത്വങ്ങൾ ഗ്രഹിക്കണം. അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ദൈവം എങ്ങനെയാണ് ഐശ്വര്യപ്പെടുത്തിയത് എന്ന് വചനത്തിലൂടെ ധ്യാനിക്കുക. മറ്റുള്ളവരുടെ അനുഗ്രഹത്തിൽ അസൂയപ്പെടാതെ അവരിലൂടെ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കി പഠിക്കുക. ജ്ഞാനമുള്ളവരോട് കൂട്ടുചേരുക. ബുദ്ധിമാനായ ഒരാളിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ ഉപദേശം നിങ്ങളുടെ 10 വർഷത്തെ അലച്ചിൽ ഇല്ലാതാക്കും. ജീവിതത്തെ വെറുതെ ഒഴുക്കിന് വിടരുത്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു പഠിതാവായി നിങ്ങൾ മാറണം. 5. പ്രവർത്തിക്കുന്ന വിശ്വാസം. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രവൃത്തിയാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ജീവനില്ലാത്തതാണ്. വിളവെടുപ്പിനായി പ്രാർത്ഥിക്കുകയും വിതയ്ക്കാൻ മടിക്കുകയും ചെയ്യുന്നവന് ഫലം ലഭിക്കില്ല. അത്ഭുതങ്ങൾ പലപ്പോഴും അച്ചടക്കം എന്ന കഠിനമായ തോടിനുള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്തുക. പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുക. മറ്റുള്ളവരെ സഹായിക്കുക. അധ്വാനത്തിൽ സത്യസന്ധത പുലർത്തുക. കുറുക്കുവഴികൾ തേടരുത്. ദൈവരാജ്യത്തിൽ കുറുക്കുവഴികളില്ല. വിശ്വസ്തതയുടെ മാത്രമേയുള്ളൂ. ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങൾ ദൈവം നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങളുടെ സുഖസൗകര്യങ്ങളുടെ അതിർവരമ്പുകളിൽ നിന്ന് പുറത്തുകടന്ന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് കാൽവെപ്പുകൾ നടത്തുക. ചെറിയ പാത്രങ്ങൾ ഉപേക്ഷിച്ച് വലിയ സംഭരണികളുമായി സമുദ്രതീരത്തേക്ക് നടക്കുക. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലുക. എന്റെ നിത്യനായ ദൈവമേ, അങ്ങയുടെ കരുണയുടെയും കൃപയുടെയും സിംഹാസനത്തിനു മുന്നിൽ ഞാൻ നിൽക്കുന്നു. ഒരു യാചകന്റെ മനോഭാവത്തോടെയല്ല, മറിച്ച് അങ്ങയുടെ പ്രിയപ്പെട്ട അവകാശിയായി ഞാൻ വരുന്നു. എന്റെ സംശയത്തിന്റെയും പരിമിതമായ ചിന്തകളുടെയും ചെറിയ പാത്രങ്ങൾ ഞാൻ ഇതാ ദൂരെ എറിയുന്നു. സ്വർഗീയമായ വലിയ ദർശനങ്ങൾ സ്വീകരിക്കാൻ എന്റെ ഹൃദയത്തെയും ബുദ്ധിയെയും അങ്ങ് വികസിപ്പിക്കണമേ. എന്റെ ഉള്ളിലെ അലസതയെ അങ്ങയുടെ ജ്ഞാനത്തിന്റെ അഗ്നിയാൽ ദഹിപ്പിച്ചു കളയണമേ. അങ്ങയുടെ മഹത്വത്തിനായി പ്രവർത്തിക്കാൻ എന്നെ ഒരുക്കണമേ. അങ്ങ് എനിക്കായി കരുതിയിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ഞാൻ എന്നെത്തന്നെ സമർപ്പിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ജീവിതത്തിൽ വഴിയറിയാതെ ഉഴലുന്ന ആരെങ്കിലും ഈ നിമിഷം നിങ്ങളുടെ ചിന്തകളിൽ വരുന്നുണ്ടെങ്കിൽ ഈ ദൈവീക രഹസ്യം അവർക്കും പങ്കുവെക്കുക. ഇതൊരു വെറും സന്ദേശമായി മാത്രം കാണരുത്, മറിച്ച് മറ്റൊരാളുടെ ജീവിതത്തിൽ നിങ്ങൾ വിതയ്ക്കുന്ന ജ്ഞാനത്തിന്റെ ഒരു വിത്തായി ഇതിനെ കരുതുക. തിരുവചനത്തിലൂടെ എങ്ങനെ ജീവിതത്തെ ജയിച്ചടക്കാം എന്നാണ് നാം ഒരുമിച്ച് പഠിക്കുന്നത്. മടങ്ങുന്നതിനു മുൻപ് ഇന്ന് നാം പഠിച്ച ഈ സത്യത്തെ നിങ്ങളുടെ ആത്മാവിൽ ഉറപ്പിക്കുക. ദൈവത്തിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പ്രത്യേക കാര്യം എന്താണോ അതിവിടെ രേഖപ്പെടുത്തുക. പൂർണ്ണമായ വിശ്വാസത്തോടെ അത് ചോദിക്കുക. നിങ്ങളുടെ അപേക്ഷകളിൽ ഞാനും പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ആത്മീയ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് വെറുമൊരു യാദൃശ്ചികതയല്ല, മറിച്ച്